എൻ ജി സി ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 2 പേപ്പറായിട്ടുള്ള ജെൻഡർ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഹിസ്റ്റോറിസൈസിങ് ജെൻഡർ എന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജി ഓഫ് സെക്സ് ആൻഡ് ജെൻഡർ എന്ന ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. The ideology of sex and gender encompasses a range of beliefs, perspectives, and theories about the nature of sex, gender, and their roles in society. Different ideologies exist, and they often reflect broader social, cultural, and political context. So here are some predominant ഐഡിയോളജീസ് റിലേറ്റഡ് ടു സെക്സ് ആൻഡ് ജെൻഡർ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് പല തലത്തിലുള്ള ഐഡിയോളജീസ് അല്ലെങ്കിൽ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം ഓരോന്നിനും അത് രൂപപ്പെട്ട് വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പലതാണ്. ചിലപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആകാം, ചിലപ്പോൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആകാം, ചിലത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല കാലങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള ഐഡിയോളജീസ് ഈ ഒരു സെക്സ് ആൻഡ് ജെൻഡറിനെ ബേസ് ചെയ്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനമായിട്ടുള്ള ഈ ഒരു കണ്ടംപററി വേൾഡിൽ വളരെ റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ഐഡിയോളജീസിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ഐഡിയോളജി എന്ന് പറയുന്നത് ബൈനറി ജെൻഡർ ഐഡിയോളജിയാണ്. അപ്പൊ എന്താണ് ബൈനറി ജെൻഡർ ഐഡിയോളജി നമുക്ക് നോക്കാം. Binary gender ideology is based on the belief that there are only two distinct and opposite genders, male and female. It often aligns with the traditional view of gender as a binary system, where individuals are expected to conform to the gender roles and expectations associated with their assigned sex at birth. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സീരീസിനകത്തുള്ള ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞതാണ് സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറൈസേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ബൈനറി ആണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ്. അത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ അതിന് പുറത്തുള്ള മറ്റെന്തെങ്കിലും ഒക്കെ ആകാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ബൈനറി ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത് ആക്ച്വലി സെക്സ് പോലെ തന്നെ ജെൻഡറും ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ തന്നെയാണ്, അല്ലാതെ അതിന് പുറത്തുള്ള ഒന്നും ജെൻഡർ ആയിട്ട് വരില്ല. ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള ആ ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു ഐഡിയോളജി, ആ ഒരു ആശയത്തെയാണ് നമ്മൾ ബൈനറി ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ബൈനറി ജെൻഡർ ഐഡിയോളജി, ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് അവന്റെ സെക്സിനനുസരിച്ച് അവന് സൊസൈറ്റി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ജെൻഡർ റോൾസ് ഫോളോ ചെയ്യണമെന്നും അവന്റെ സെക്സും അവന്റെ ജെൻഡറും ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം, അവൻ സിസ് ജെൻഡർ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ബൈനറി ജെൻഡർ ഐഡിയോളജി പ്രകാരം പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയോളജി, ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് പോലെ തന്നെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ളത് മാത്രമാണ്, അതനുസരിച്ച് തന്നെ ആയിരിക്കണം ഇൻഡിവിജ്വൽസ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി, അതിനെയാണ് നമ്മൾ ബൈനറി ജെൻഡർ ഐഡിയോളജി എന്ന ടേം കൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐഡിയോളജിയാണ് ഫെമിനിസ്റ്റ് ഐഡിയോളജി. Okay, feminism encompasses a wide range of ideologies that advocate for gender equality and challenge patriarchal systems of power. Feminist perspectives critique traditional gender roles, advocate for women's rights, and highlight the social construction of gender. അപ്പോൾ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ പേട്രിയാർക്കിയൽ സിസ്റ്റത്തിനെതിരെയുള്ള സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. ഇതൊരു സ്ത്രീപക്ഷ വാദമാണ്. ആൻഡ് ഇത് പല തലത്തിലുള്ള ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന
അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ജെൻഡർ റോൾസിനെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡറിനെ തന്നെ അതിന്റെ ആ സ്ട്രക്ചറൽ ആംബിഗിറ്റീസിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ് ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ബൈനറി ജെൻഡർ ഐഡിയോളജിയാണ്. അതായത് സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് പുറത്തുള്ളതൊന്നും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള ആ ഒരു ഐഡിയോളജിയാണ് ആദ്യം പറഞ്ഞത്. ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, എല്ലാ തലത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ത്രീ പക്ഷപാതത്താണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് തിയറി എന്ന് പറയുന്നത് ക്യൂർ തിയറിയാണ്. The queer theory challenges traditional notions of sex, gender, and sexuality. It emphasizes fluidity and rejects fixed categories, asserting that gender and sexuality are socially constructed and exist on a spectrum. Queer theory aims to deconstruct and challenge heteronormativity and cisnormativity. അതായത് ക്യൂർ തിയറി എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു ബൈനറി ജെൻഡർ ഐഡിയോളജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു തിയറിയാണ് ക്യൂർ തിയറി എന്ന് പറയുന്നത്. ബൈനറി ജെൻഡർ ഐഡിയോളജിക്കകത്ത് പറയുന്നത് ഒരു വ്യക്തി ഒന്നെങ്കിൽ മെയിലാണ് അല്ലെങ്കിൽ ഫീമെയിൽ ആണ് എന്ന് പറയുമ്പോൾ ക്യൂർ തിയറി പറയുന്നത് ഇങ്ങനെ ഫിക്സഡ് ആകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫിക്സഡ് നേച്ചർ സമൂഹം ഉണ്ടാക്കിയതാണ്, അത് ശരിയാകണമെന്നില്ല. പകരം ഇതെന്താണ്, ഈ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ സ്പെക്ട്രത്തിന്റെ രണ്ട് അറ്റങ്ങളായിട്ട് കൺസിഡർ ചെയ്യണമെന്നും ഈ സ്പെക്ട്രത്തിൽ എവിടെ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാമെന്നും പറയുന്ന ആ ഒരു തിയറിയാണ് നമ്മുടെ ക്യൂർ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിസ് നോർമേറ്റിവിറ്റി അല്ലെങ്കിൽ ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റുകളെയൊക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയും അതിലുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ചാലഞ്ച് ചെയ്യുകയുമാണ് ക്യൂർ തിയറി ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ക്യൂർ തിയറി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഐഡിയോളജി. The transgender ideology emphasizes the lived experience and identities of transgender individuals. It asserts that gender identity is not necessarily tied to assigned sex at birth and advocates for the recognition and rights of transgender and gender non-conforming individuals. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബൈനറി ജെൻഡർ ഐഡിയോളജി പ്രകാരം നമ്മൾ പറഞ്ഞു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ട്രാൻസ്ജെൻഡർ ഐഡിയോളജിയിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്നില്ല, ആ വ്യക്തിയുടെ സെക്സുമായിട്ട് ജെൻഡർ സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് ഡിഫറെന്റ് ആകാം. ഓക്കെ, അത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല. അപ്പോൾ ആ കാര്യം നമ്മൾ അതിനൊരു ഫാക്റ്റ് ആയിട്ട് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ആ കണ്ടീഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം, അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അവരെ മാറ്റി നിർത്താൻ പാടില്ല, അവർക്കും റൈറ്റ്സ് അവകാശങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി അവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡറും അതുപോലെ തന്നെ ജെൻഡർ നോൺ കൺഫോമിംഗും ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്റർസെക്ഷനാലിറ്റി. Intersectionality is an ideology that recognizes the interconnectedness of various social identities, including race, gender, class, sexuality, and disability. It emphasizes how these intersecting identities can result in unique forms of discrimination and privilege. അപ്പൊ നമ്മൾ ഈ ഒരു സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നോക്കുമ്പോൾ തന്നെ അതർ ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്ന ഇൻഡിവിജ്വൽസ് മറ്റൊരു തലത്തിലായിരിക്കും ഈ ഒരു ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഇപ്പൊ നമ്മള് സ്ത്രീകളുടെയും പുരുഷന്റെയും കാര്യമാണല്ലോ നമ്മൾ നോർമലി ജെൻഡർ ആൻഡ് സെക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ വൈറ്റ് വുമൺ നേരിടുന്ന പ്രശ്നമായിരിക്കില്ല ഒരു ബ്ലാക്ക് വുമൺ നേരിടുന്നത്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വുമൺ നേരിടുന്ന പ്രശ്നമായിരിക്കില്ല ഒരു ബ്ലാക്ക്
എന്താണ് ഒരു ബ്ലാക്ക് ഡിസേബിൾഡ് വുമൺ നേരിടേണ്ടി വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡിസേബിൾഡ് വുമൺ നേരിടുന്ന പ്രശ്നമായിരിക്കില്ല ഒരു ബ്ലാക്ക് ലെസ്ബിയൻ ഡിസേബിൾഡ് വുമൺ നേരിടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ഇന്റർ കണക്റ്റഡ്നെസ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നേരിടുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അതിനെ ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണമെന്നും അവർക്ക് ആ രീതിയിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നൽകണമെന്നും ഒക്കെയുള്ള ആ ഒരു ഐഡിയോളജി, ആ ഒരു ചിന്താഗതിയാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഐഡിയോളജി എന്ന് പറയുന്നത് ജെൻഡർ എസെൻഷ്യലിസം ആണ്. Gender essentialism is the belief that there are inherent and unchangeable qualities associated with being male or female. This ideology often reinforces traditional gender roles and stereotypes. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ജെൻഡർ എസെൻഷ്യലിസം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു വിശ്വാസമാണ്. അതായത് നമുക്ക് തലമുറകളായിട്ട് പിന്തുടർന്ന് വരുന്ന നമ്മുടെ ജനിതകത്തിൽ തന്നെയുള്ള കുറച്ച് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില ക്വാളിറ്റീസ് ഓരോ ജെൻഡറിനും അസൈൻ ചെയ്തിട്ടുണ്ട്. അത് സൊസൈറ്റി അല്ല, പകരം അവർക്ക് ഇൻഹെറന്റ് ആയിട്ട് ദൈവികമായിട്ട് കിട്ടുന്ന അവരുടെ ബർത്ത് റൈറ്റ് പോലെ അവർക്ക് കിട്ടുന്ന ചില റെസ്പോൺസിബിലിറ്റീസും ചില എബിലിറ്റീസും ഒക്കെയാണ്. ആൻഡ് അത് നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം, അതാണ് ജെൻഡർ എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ജെൻഡർ എസെൻഷ്യലിസം നമ്മുടെ ബൈനറി ജെൻഡർ ഐഡിയോളജിയിലുള്ള ജെൻഡർ റോൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ജെൻഡർ എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു ഐഡിയോളജി നോക്കുകയാണെങ്കിൽ കൾച്ചറൽ റിലേറ്റിവിസം ആണ്. Cultural relativism acknowledges the definitions and understanding of sex and gender can vary across cultures. It emphasizes the importance of respecting diverse cultural beliefs and practices related to sex and gender. അപ്പോൾ ഈ ഒരു കൾച്ചറൽ റിലേറ്റിവിസത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ പല സംസ്കാരങ്ങളിൽ പല രീതികളിൽ ആയിരിക്കും അവർ ആ ഒരു സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൾച്ചറും മറ്റൊന്നിനേക്കാളും സുപ്പീരിയറുമല്ല ഇൻഫീരിയറുമല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൾച്ചറിന്റെയും അവരുടേതായിട്ടുള്ള രീതികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കൾച്ചറും ഡിഫറെന്റ് ആയിരിക്കും, ഓരോ സംസ്കാരങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ സംസ്കാരങ്ങളിലുമുള്ള ഈ ഒരു സെക്സ് ആൻഡ് ജെൻഡർ ബേസ്ഡ് മാറ്റേഴ്സിലുള്ള ഡൈവേഴ്സിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് കൾച്ചറൽ റിലേറ്റിവിസത്തിനകത്ത് പറയുന്നത്. ആൻഡ് അടുത്ത ടോപ്പിക് കൺസർവേറ്റീവ് ജെൻഡർ ഐഡിയോളജി. ഓക്കെ, അപ്പൊ കൺസർവേറ്റീവ് ജെൻഡർ ഐഡിയോളജി ഓഫൻ അഡേഴ്സ് ടു ട്രഡീഷണൽ ജെൻഡർ റോൾസ് ആൻഡ് ഒപ്പോസസ് വാട്ട് ഇറ്റ് സീസ് എ ചാലഞ്ച് ടു those roles such as same-sex marriage, gender-neutral pronouns and ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കൺസർവേറ്റീവ് ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ബൈനറി ജെൻഡർ ഐഡിയോളജിയുടെ ഒരു എക്സ്ട്രീം ലെവൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിനെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ്സിനെയൊക്കെ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം ശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു ഐഡിയോളജിയാണ് കൺസർവേറ്റീവ് ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. അതായത് ട്രഡീഷണലി നമ്മൾ ഒപ്പോസ് അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യങ്ങളാണ് സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ പ്രോനൗൺസ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെയൊക്കെ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് കൺസർവേറ്റീവ് ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് പിന്നെയുള്ളത് ഇഗാലിറ്റേറിയനിസം ആണ്. The egalitarian ideologies advocate for the equal treatment and opportunities for all individuals regardless of their gender. They reject discrimination, bias and unequal power dynamics and based on സെക്സ് ആൻഡ് ജെൻഡർ. ഇപ്പൊ ഈ ഒരു ഇഗാലിറ്റേറിയനിസം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ പറയുന്നത് ആള് എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മള് ആളുടെ സെക്സ് എന്താണെന്നോ ജെൻഡർ എന്താണെന്നോ സെക്ഷുവാലിറ്റി എന്താണെന്നോ ഇതൊന്നും ആരും പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ആള് മനുഷ്യനാണെന്ന് മാത്രം നോക്കിയാൽ മതി. അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം,
അവരുടെ ആ ഒരു സെക്സ് ആൻഡ് ജെൻഡർ നോക്കാതെ തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ റൈറ്റ്സും ഈക്വൽ ട്രീറ്റ്മെന്റും കൊടുക്കണം എന്നുള്ളതാണ് ഇഗാലിറ്റേറിയനിസത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇഗാലിറ്റേറിയൻ ഐഡിയോളജിയിലൂടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ഐഡിയോളജിയാണ് നോൺ ബൈനറി ആൻഡ് ജെൻഡർ ക്യൂർ ഐഡിയോളജീസ് എന്ന് പറയുന്നത്. And these ideologies challenge the binary understanding of gender and recognize the existence of non-binary and gender-queer individuals who do not identify strictly as male or female. They advocate for greater recognition and acceptance of diverse gender identities. ഇത് ഇപ്പോൾ കുറച്ച് നമുക്ക് എന്താണ് വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നോൺ ബൈനറി അല്ലെങ്കിൽ ജെൻഡർ ക്യൂർ ഐഡിയോളജി എന്ന് പറയുന്നത്. അതായത് അവരും പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂർ തിയറി പോലെ തന്നെയാണ് അവരും പറയുന്നത് ഈ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എന്താകണം എന്നില്ല, അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ തന്നെ ആകണമെന്നില്ല. ഇതല്ലാത്ത അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ആ സ്പെക്ട്രത്തിനിടയിലുള്ള മറ്റ് ഐഡന്റിറ്റീസിനെയും ആൾക്കാരെ അക്നോളജ് ചെയ്യണം, അവർക്കും വേണ്ടുന്ന റൈറ്റ്സ് മറ്റുള്ളവര് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ തന്നെ ആകണമെന്നില്ല, അതല്ലാത്ത ഐഡന്റിറ്റീസിനെയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ ആൾക്കാർ ടോളറേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയാണ് നോൺ ബൈനറി ആൻഡ് ജെൻഡർ ക്യൂർ ഐഡിയോളജീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കുറെ ഐഡിയോളജീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലവിൽ എന്തുണ്ട്, ഈ ഒരു ജെൻഡർ ആൻഡ് സെക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദാറ്റ് ദീസ് ഐഡിയോളജീസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻഡിവിജ്വൽസ് മേ സബ്സ്ക്രൈബ് ടു എ കോമ്പിനേഷൻ ഓഫ് ദീസ് ബിലീവ്സ് ഓർ ഹോൾഡ് യുണീക്ക് പെർസ്പെക്റ്റീവ്സ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഐഡിയോളജീസിൽ ഒന്ന് മാത്രമായി ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യൂ എന്നൊന്നുമില്ല. ഒരു ഇൻഡിവിജ്വൽ തന്നെ ഇതിൽ പല ഐഡിയോളജീസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കാം ആ ഇൻഡിവിജ്വലിന് അവരുടേതായിട്ടുള്ള മറ്റൊരു ഐഡിയോളജി മറ്റൊരു ചിന്താഗതി ആയിരിക്കാം ആ ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ദി ഐഡിയോളജീസ് സറൗണ്ടിങ് സെക്സ് ആൻഡ് ജെൻഡർ കണ്ടിന്യൂ ടു ഇവോൾവ് ആസ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ചേഞ്ച് ആൻഡ് ഡിസ്കഷൻസ് സറൗണ്ടിങ് ദീസ് ടോപ്പിക്സ് ആർ ഓഫൻ കോംപ്ലക്സ് ആൻഡ് മൾട്ടി-ഫേസറ്റഡ്. Additionally, ideological perspectives can vary significantly among individuals and communities. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ബേസിക്കലി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയും എന്തായിരിക്കണമെന്നില്ല ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐഡിയോളജീസ് അല്ലെ അതിലേതെങ്കിലും ഒന്ന് തന്നെ ഫോളോ ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നിലധികം ഫോളോ ചെയ്യണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള മൈൻഡ് ആയിരിക്കും, അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനകത്ത് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കാനും ഇത്തരത്തിലുള്ള ഐഡിയോളജീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക.